Good morning, everyone. Good morning to all. Good morning, ma'am. Yeah, morning. Okay, good morning. Okay, join ആവുകയുള്ള എല്ലാവരും. Okay, then how are you all? Fine, ma'am. Fine. Okay, have you had your breakfast? Yes. Yeah. Okay. Active ആണോ എല്ലാവരും? Active ആണ്. Okay. So first of all, I introduce myself. I'm Ashwati, your English teacher. Okay, clear? Okay, clear ആയോ? Yes, miss. Yeah, respond ചെയ്യൂ. ഇതാണ്. Active അല്ലേ? Okay അല്ലേ എല്ലാവരും? Okay, അപ്പോ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? അതുകൊണ്ട് കാണാണ്. ഇപ്പോ എങ്ങനെയുണ്ട്? കോഴ്സ് എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? Yes, miss. Yeah, okay. So ഇതാണ് നമ്മൾ ആദ്യമായിട്ടല്ലേ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ആരെ അറിയില്ല. ഓക്കെ, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? Yes, ma'am. Yeah, okay. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, ഫുൾ ഓൺ ആയിരിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നെന്ന് പറയണം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഫസ്റ്റ് എനിക്ക് എല്ലാവരെയും ഒന്ന് അറിയണം, പരിചയപ്പെടണം. സോ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഓക്കെ, ഫസ്റ്റ് ആരാ? Who is going to introduce first? എന്താണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ? പറയൂ. ആമേ ഓഡിബിൾ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? Clear ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എന്തായാലും ഒന്നും മിണ്ടാത്തേ. I am Rahana Johnson. I am from Rajakad, Idiki. Okay. Tell me about your English. എന്താണ് ഇംഗ്ലീഷിനെ കുറിച്ച്? എന്താണ് ഇതെങ്ങനെയാ? ഓക്കെ ആണോ? ഇംഗ്ലീഷ് എങ്ങനെയാ? ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ അറിയാം? ഏത് ലെവലാണെന്ന് പറയാമോ? ഒട്ടും അറിയാത്ത ഒരാളാണോ അല്ലെങ്കിൽ ബിഗിനറാണോ ഇന്റർമീഡിയറ്റ് ആണോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അതും കൂടെ പറയണോ? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇംഗ്ലീഷ് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഞാൻ 10th വരെ CBSE ആണ് പഠിച്ചത്, മോൺഫോർട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാം ഓക്കെയാണ്. ഗ്രാമർ ഒക്കെ ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. Then who is next? Jasila, are you? I'm Jasila. I'm coming from Kannur. മാം ഇംഗ്ലീഷിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത്. CBSE പഠിച്ചത്, കുഴപ്പമൊന്നുമില്ല. Okay. And then ഇനി ആരാ സംസാരിക്കും? എല്ലാവരും Good morning, ma'am. My name is Aditya. I am coming from Alappuzha. English കുഴപ്പമില്ല, പക്ഷെ ഗ്രാമറിന് കുറച്ച് പ്രശ്നമുണ്ട്. പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, പേരെന്തായിരുന്നു? ആദിത്യ. ആദിത്യ. ഓക്കെ ആദിത്യ. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ പോലും അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഓക്കെ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അറിയില്ലെങ്കിൽ അറിയാമെന്ന് പറയണം. അതില് ഒരു ബുദ്ധിമുട്ടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എനിക്ക് അറിയണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് അപ്രോച്ച് ചെയ്യുന്നത്. ഒട്ടും അറിയാത്തവരാണോ? അതിനനുസരിച്ച് മാത്രം ഈ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി ആരാ പറയാ?
ഗുഡ് മോർണിംഗ് മാം. ഐ ആം ചിത്ര. ഐ ആം ഫ്രം ട്രിവാൻഡ്രം. ഞാനിപ്പോ നാട്ടിലല്ല, UP-യിലാണ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷുമായിട്ടുള്ള ടച്ച് വിട്ടിട്ട് ഇപ്പൊ ഒരു 2 ഇയർ ആയി. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നതേ ഉള്ളൂ. ഗ്രാമർ അറിയാം, പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ അറിയാവുന്നതേ ഉള്ളൂ. Okay. Yeah. Okay. Chitra. Then ഇനി ആരാ? Hello, good morning, ma'am. I am Parvati. I am from Thrissur, Edadirini. ഇംഗ്ലീഷ് കുഴപ്പമില്ല, അത്യാവശ്യം അറിയാം. എന്നാലും അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. Okay, Parvati. And then Good morning, ma'am. Yeah, ഫെമിന ഫ്രം തൃശ്ശൂർ. ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയം സ്കൂളിലാണ്. പിന്നെ ഇംഗ്ലീഷ് നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാലൊക്കെ വായിക്കാനും പാരഗ്രാഫൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ഗ്രാമർ അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. നമുക്ക് സംസാരിക്കാനും ഇതിനൊക്കെ ഗ്രാമർ കാര്യമായിട്ട് അറിയില്ല. Okay, okay, Femina. And then Good morning, ma'am. My name is Nitya from Malappuram. ഗ്രാമർ കുറച്ച് ബുദ്ധിമുട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്രാമർ ആണ് അല്ലേ? ഓക്കെ. Then പിന്നെ ആരാ? Ma'am, ഗുഡ് മോർണിംഗ് മാം. Ashley, coming from Malappuram. ഇംഗ്ലീഷ് കുഴപ്പമില്ല, അത്യാവശ്യം അറിയാം, എന്നാലും നന്നായിട്ട് അറിഞ്ഞൂടാ. ക്ലാസ് മലയാളം ഇംഗ്ലീഷിന് കലർത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. Okay, okay. വേറെ ആരെയും പറഞ്ഞല്ലോ, ആരായിരുന്നു? ഗുഡ് മോർണിംഗ് മാം. ഐ എം സാലിഹ ഫ്രം എറണാകുളം. എനിക്ക് ഇംഗ്ലീഷ് നമുക്ക് ഗ്രാമർ അങ്ങനെ അറിയില്ല, നല്ല രീതിയിൽ അങ്ങനെ അറിയില്ല. പക്ഷെ ഒരുവിധം അത്യാവശ്യം അറിയാം. ഗ്രാമർ അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് അറിയില്ല. അത്യാവശ്യം നമുക്ക് പിടിച്ചിട്ടല്ലേ? അത്ര അതെ. അറിയുന്നില്ല. ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ചാൽ അറിയാമില്ലെന്ന് വെച്ചില്ല. അതെ, അതന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? Hi, ma'am. I'm DG from Ernakulam, Ankavali. ഇംഗ്ലീഷ് അറിയാം, ഈ പറഞ്ഞ മാതിരി അറിയാം, കേട്ടാ മനസ്സിലാവും. പക്ഷെ തിരിച്ച് അത്ര ഫ്ലുവന്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റാറില്ല. ഓക്കെ, ഫ്ലുവന്റ് അല്ല. ഓക്കെ, അതെ. ഇനി ആരാ? ഗുഡ് മോർണിംഗ് മാം. പറയുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മാം, കേൾക്കുന്നുണ്ടോ? അനക്ക പറയൂ. ഐ ആം അനക്ക, കമ്മിങ് ഫ്രം ചാലക്കുടി. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഗ്രാമറൊക്കെ അത്ര ഇതല്ല. ഏറെക്കുറെയൊക്കെ പറയാൻ പറ്റും, എന്നാലും നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. ഗ്രാമർ ആണ് പ്രോബ്ലം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോ എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അറിഞ്ഞ് ജോയിൻ ചെയ്യുന്നവരല്ല എല്ലാവരും, അല്ലെ? ടൈം ടേബിൾ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഉള്ളവരാണ് ക്ലാസ്സിൽ പൊതുവേ ഉള്ളവരെല്ലാവരും, അല്ലെ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന താല്പര്യമില്ലാത്ത ആരും തന്നെ കാണില്ല. അങ്ങനെയാണല്ലോ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും അറിയാം. ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അത് മാത്രമല്ല നമ്മള് പണ്ടത്തെ കാലം പോലെയല്ല, ഇപ്പൊ ഇംഗ്ലീഷ് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതില് അത്യാവശ്യം പറഞ്ഞ അത്യാവശ്യം സ്റ്റുഡൻസ് ബാക്കിയുണ്ട്. സോ ഇതില് ബിഗിനേഴ്സ് ഉണ്ടാകാം, ഇന്റർമീഡിയറ്റ് ഉണ്ടാകാം, മേ ബി അഡ്വാൻസ്ഡ് ഉണ്ടാകാം, അല്ലെ? ഇത്രയും 3 കാറ്റഗറീസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ എല്ലാവരും കൂടിയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്, ശരിയല്ലേ?
സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്കാണ് ഒട്ടും അറിയാത്തത്. അപ്പൊ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ബിഗിനേഴ്സ് പഠിക്കുന്ന സെയിം നമുക്ക് പഠിക്കാമല്ലോ, ഒന്നുകൂടെ പഠിക്കാം. അപ്പൊ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവര് ക്ലാസ്സിൽ മാക്സിമം, ഒട്ടല്ല എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം, പഠിക്കണം, സംസാരിക്കണം എന്ന ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. സോ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാം. കാരണം റെക്കോ ക്ലാസ് കാണാം, കുഴപ്പമൊന്നുമില്ല. എന്ന് വിചാരിക്കും ക്ലാസ് കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ റെക്കോ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, മഹാബോറാണ്. ഓക്കെ, ഇംഗ്ലീഷ് ആയതുകൊണ്ട് പറയുന്നതാണ്, ഭയങ്കര ബോറിംഗ് ആണ്. കാരണം ഞാൻ ഫുൾ ടൈം തിയറീസോ ഒന്നും അല്ല എടുക്കുന്നത് ക്ലാസ്സിൽ. ഓക്കെ, നിങ്ങൾക്കറിയാം ഇത് എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടല്ല നമുക്ക് ഈ ലാംഗ്വേജ് ഈ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അറിയാലോ, ഒരു ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു ലാംഗ്വേജും കൂടിയാണ് ഇപ്പോൾ ഇംഗ്ലീഷ്. അങ്ങനെയായി മാറി അല്ലെ? സോ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയാണ്, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് ഇംഗ്ലീഷ് തിയറീസ് മാത്രം പഠിപ്പിക്കലല്ല എന്റെ ജോലി. ഓക്കെ, ഇതില് ഒരുപാട് പേർക്ക് ഇപ്പോഴും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? മ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിൽ, മലയാളത്തിൽ സംസാരിക്കാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളവരുണ്ടോ ക്ലാസ്സിൽ? ഉണ്ടോ? ഇല്ല മാം. ഇല്ലല്ലോ. എല്ലാവരും സംസാരിക്കില്ലേ? സംസാരിക്കും. എല്ലാവരും സംസാരിക്കില്ലേ? സംസാരിക്കും. ഓക്കെ, എനിക്കിവിടെ അൺമ്യൂട്ട് ചെയ്യുന്നവരെയും മ്യൂട്ട് ആയവരൊക്കെ കാണാം കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നവര്, ഇമോജീസ് അയക്കുന്നവരൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അറിയാലോ, കാണാം. സോ കുറച്ച് പേരൊന്നും മിണ്ടുന്നില്ല. അപ്പോ എന്താണ്, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് വേണമെങ്കിൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ കിട്ടില്ല. അതൊരു എങ്ങനെയാണ്, ശരിയല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകാം. ക്ലാസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടാകാം. ഇനി ക്ലാസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലെഫ്റ്റ് ആകാം, ജോയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഓക്കെ, അപ്പൊ ഒന്ന് വിചാരിക്കുന്നത് ഇതാണ് ഈ കാര്യത്തെ അറിയിക്കുന്നത്. ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് കാണുമ്പോ ഓക്കെ ആണ്. 40 above സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊക്കെ കുറയും കേട്ടോ. ഓക്കെ, ക്ലാസ് എനിക്കറിയില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പറയും, നോക്കി എനിക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാവരും പറയും. പക്ഷെ കണ്ടിന്യൂസ്ലി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. മനസ്സിലായോ? നമുക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാല് ആഗ്രഹം മാത്രം മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് എടുക്കാം. ഇംഗ്ലീഷ് പഠിക്കണമെന്നും സംസാരിക്കണമെന്നും ഒരുപാട് ആഗ്രഹമുണ്ട്. ശരി, സമ്മതിച്ചു. അതിനു വേണ്ടി എഫോർട്ട് എടുക്കാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ നിങ്ങൾ റെഡിയാണോ? കുറച്ച് പേര് യെസ് പറയുന്നുണ്ട്. യെസ് പറയുന്നവർക്ക് പറയാനുള്ള കാര്യം കണ്ടിന്യൂസ്ലി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം, മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് സംസാരിക്കണം. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ഫ്ലുവന്റ് ആയേനെ എന്ന് ചിന്തിക്കാത്ത ആരുമില്ല. ഞാനടക്കം തിരിച്ചൊരു കാര്യമാണ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോ സംസാരിച്ച് ഫ്ലുവന്റ് ആകും. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട് മാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ഒരാളെ കിട്ടാൻ ഇതുവരെ കിട്ടിയോ? അങ്ങനെ ഒരാളെ ഇല്ല എന്നാണ് പറഞ്ഞേ. കിട്ടിയിട്ടുണ്ട്, കിട്ടുമായിരിക്കും, പക്ഷെ പേടിയാണ് അങ്ങോട്ട് സംസാരിക്കാൻ. അതാണ് കിട്ടിയാലും പേടിയാണ് സംസാരിക്കാൻ. ഇതെന്താണ് അത് മാറ്റണ്ടേ? നമുക്ക് മാറ്റണ്ടേ? ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഫസ്റ്റ് മാറ്റേണ്ട ഒരു കാര്യം പേടിയാണ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ആ ഒരു ചിന്ത ആദ്യം മാറ്റാം.
എന്നാൽ മാത്രമേ നമുക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. ഒരു ലാംഗ്വേജ് നല്ല എന്തൊരു കാര്യം ലൈഫില് പഠിക്കണമെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്നതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ലാംഗ്വേജ് എന്നല്ല, ഏതൊരു കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു ചിന്ത ആദ്യം മനസ്സിൽ നിന്ന് മാറ്റാം. ഓക്കെ, ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എത്ര പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യും? എല്ലാവരും ചെയ്യോ? എല്ലാവരും ചെയ്യോ? ചെയ്യും. ചെയ്യില്ല, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമ്മള് നോ പറയാനും കൂടെ പഠിക്കണം കേട്ടോ. ഒരു കാര്യം അറിയില്ല, ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇല്ല, നോ പറയണം. പറയേണ്ടത് പറയണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ക്ലാസ്സിൽ 3 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് ഞാൻ ഇടക്കിടക്ക് ഞാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും പോകെ ദിവസങ്ങളിൽ ഈ സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ക്ലാസ് അത്യാവശ്യം നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന ശേഷം വരുമ്പോഴേക്കും 5 or 6 സ്റ്റുഡൻസ് ക്ലാസ്സിൽ കാണും. മനസ്സിലായോ? അപ്പൊ ഇത്രയും സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് പഠിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ്ലി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല? അറിയോ നിങ്ങൾക്ക് ആൻസർ? മടി തന്നെ പറയുന്നല്ലോ, അതെന്റെ ഉടക്കുറപ്പാണത്. മടി വിചാരിക്കണുണ്ട്. പറ്റില്ല എന്ന് തോന്നൽ വരാം. പിന്നെ ഒരു കാര്യം, മെയിൻ ഒരു റീസൺ ഉണ്ട്. ഇംഗ്ലീഷ് എക്സാം എന്നൊരു തോന്നുന്നു കേട്ടോ. ഇംഗ്ലീഷ് എക്സാം ഇല്ലാത്തത് കൊണ്ട് ജോയിൻ ചെയ്യാത്ത ഒരുപാട് പേര് ക്ലാസ്സിലുണ്ട്. ഇത്രയും നാൾ ഇംഗ്ലീഷ് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിങ്ങൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയായിരുന്നോ? നമുക്ക് വേണ്ടി. ഷുവറാണ്? രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് എക്സാം. ഞാൻ പറയുന്നത് എക്സാമിന് വേണ്ടിയാണ് പഠിച്ചതെന്ന് ഞാൻ പറയും. നമുക്ക് വേണ്ടി പഠിച്ചിട്ടില്ല ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നമുക്ക് വേണ്ടിയല്ല. ഇത്രയും നാള് പഠിച്ച് നമുക്ക് വേണ്ടിയല്ല കേട്ടോ. എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാ കൂടുതൽ. എക്സാമിന് വേണ്ടി മാത്രം. എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണ് മോസ്റ്റ്ലി എല്ലാവരും കേട്ടോ. ഈ ഞാൻ ഉൾപ്പെടെ എങ്ങനെയാണ്. അതുകൊണ്ട് ഭൂരിഭാഗം പേര് ഇംഗ്ലീഷ് പറയുമ്പോ പെറുക്കി പറയുന്നത് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നവര് സ്വന്തം ആഗ്രഹത്തിന് പഠിക്കുന്നവരായിരിക്കും. ഇപ്പൊ എല്ലാവരുടെയും പ്രോബ്ലം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, അത്യാവശ്യം നിങ്ങൾക്ക് പറയാൻ അത്യാവശ്യം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു പുറത്ത് പോയി, ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജീവിക്കും. മനസ്സിലായോ? കാരണം നിങ്ങൾ പറയും, നിങ്ങൾക്ക് അറിയണം, ഇംഗ്ലീഷ് അറിയാം നിങ്ങൾക്ക്. പക്ഷെ എന്താണ് ഇല്ലാത്തതെന്നറിയോ? കോൺഫിഡൻസ്. അതില്ല. അതാണ് റീസൺ. ഓക്കെ, എന്തുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല? അതിന്റെ റീസൺ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുഴപ്പമില്ല, എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം, പക്ഷെ സംസാരിക്കാൻ ഫ്ലുവൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. റീസൺ തെറ്റിപ്പോവാന്നുള്ള പേടി. തെറ്റിപ്പോകുന്നുള്ള പേടി. ആ പേടി വരാൻ കാരണം എന്താ? കൃത്യമായിട്ട് അറിയാത്തോണ്ട്. അത്രേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ട്. കറക്റ്റ് ആയിട്ട് അറിയില്ല, സമ്മതിച്ചു. പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സത്യം പറയാം. പകുതി വെച്ച് നിർത്തിയിട്ടിട്ട് പോന്നിട്ടുണ്ട്. അതാണ്. കുറച്ചുപേര് ഇല്ല, കുറച്ചുപേര് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ മടി വന്ന് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇതാണ് അവസ്ഥ. മൂവീസ് ഒക്കെ കാണും ഇംഗ്ലീഷിൽ. മൂവീസ് കാണും. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് മൂവീസ് കാണുന്നുണ്ട് എന്ന് പറയാം. അപ്പോ ഇതാണ് ഇപ്പോ നിലവിൽ അവസ്ഥ. ഇതാണ്, മടിയാണ്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അറിയൂ. ഇല്ലാതിരിക്കാൻ ശ്രമിക്കും. ഉറപ്പില്ല. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? അതാരും ചോദിക്കട്ടെ ഞാൻ. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? യെസ് മാം. ഓക്കെ, ഇനി വിശ്വാസം ഇല്ലാത്തവര് എന്നെ നോക്കി വിശ്വസിക്കൂ. ഓക്കെ, നിങ്ങൾ എല്ലാവരും കുക്കിംഗ് ചെയ്യില്ലേ? മാരീഡ് എല്ലാവരും? അതെ.
ഇല്ല മാം അല്ല. ഇല്ല. ഓക്കേ, മാം എല്ലാത്തവരുണ്ട്. ഓക്കേ. അപ്പൊ മാരീഡ് ആയപ്പോഴേ ഞാൻ ചോദിക്കട്ടെ കേട്ടോ കുറച്ച് കാര്യങ്ങള്. നിങ്ങൾ കല്യാണത്തിന് മുന്നേ കുക്ക് ചെയ്തിരുന്നോ? ഇല്ല. ഇല്ല ഇല്ല ഇപ്പൊ ചെയ്യും എക്സ്പെർട്ട് ആയോ? അത്യാവശ്യം അത്യാവശ്യം. എങ്ങനെ എക്സ്പെർട്ട് ആയി? ചെയ്ത് പഠിച്ചു. ആ, ചെയ്ത് ഇത്രേ ഉള്ളൂ. ആദ്യം വെച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞോ? ഫസ്റ്റത്തെ കുക്കിംഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ് ഓർക്കാൻ കാരണം? എന്താണ്? അത്ര ഫ്ലോപ്പായിരുന്നു അതുകൊണ്ട്. ഫ്ലോപ്പ് ആയിരുന്നോ? അതാണ് ഫ്ലോപ്പ് ആയിരുന്നോ? എന്നിട്ട് പിന്നെ തെറ്റിട്ട് പോയോ? വേണ്ടെന്ന് വെച്ചോ? ഇല്ല കിട്ടിയിട്ടല്ലോ നമ്മളൊന്നും. നമുക്ക് കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ ഫ്ലോപ്പ് ആയാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അത് ഇംപ്രൂവ് ചെയ്യണം, അല്ലെ? അതെ. ചെയ്തു. ഇപ്പൊ ഓക്കെയാണ്. അത്യാവശ്യം കുക്ക് ചെയ്താലും ആരും കുറ്റം പറയില്ല. അങ്ങനൊരു സാഹചര്യം എത്തി, അല്ലെ? അതെ. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ വേണ്ടത്. മനസ്സിലായോ? പണ്ട് ഇംഗ്ലീഷിനെ പേടിച്ച് ഇപ്പോഴും പേടിയാണ്. ആ പേടി മാറിയിട്ടില്ല. ഓക്കെ. പിന്നെന്താണ്? ഇംഗ്ലീഷ് മൂവീസും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാം. ശരിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. പക്ഷെ കേട്ടാൽ മനസ്സിലാത്തവരാണ് നിങ്ങൾ എല്ലാവരും. ആണോ? അല്ല മാഡം. കേട്ടാൽ മനസ്സിലാക്കും. അത്യാവശ്യം എഴുതാനും അറിയാം. പക്ഷെ നിങ്ങൾക്ക് എഴുതാനുള്ള അത്യാവശ്യം എഴുതും, അല്ലെ? പറയാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? അറിയാത്തത് കൊണ്ട്, സംസാരിക്കാത്തത് കൊണ്ട്. പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ പറയും. എന്തോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ, അത്ര പെർഫെക്റ്റ് ആകും എന്ന് ഞാൻ പറയുന്നില്ല. ആരും പെർഫെക്റ്റ് അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഓക്കെ, നോബഡി ഈസ് പെർഫെക്റ്റ്. സോ നമുക്ക് തന്നെ പ്രൗഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തും. പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടും. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ നിലവിൽ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെറുതെ കിട്ടിയതാണോ? അച്ചീവ്മെന്റ്സ് ഒന്നും വെറുതെ കിട്ടില്ല കേട്ടോ. അത് തന്നെയാണ് കാര്യം കേട്ടോ. പക്ഷേ ഇക്കാര്യം എന്ത് പറ്റി? പഠിക്കാൻ മടിയുണ്ട്. പഠിച്ചിട്ട് കിട്ടുന്നില്ല. പഠിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുന്നില്ല, അല്ലെ? ഇതൊക്കെയല്ലേ കാരണം? സമയം കൊടുക്കും. ഓക്കെ, അത്യാവശ്യം സമയം വേണം. ഒരു ലാംഗ്വേജ് ആണെങ്കിലും എന്ത് കാര്യം പഠിക്കാനാണെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്നോ നാളെയോ കൊണ്ട് ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ ബോറടിക്കും. ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ബിസി ആണോ? തിരക്കാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സമയമുണ്ടോ? ഉണ്ട് മാം. ഉണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള സമയം എല്ലാവർക്കും ഉണ്ടാകുമോ? ഉണ്ടാവും മാം. കുറച്ച് പേരൊക്കെ പറയാനുണ്ട് ബിസിയാണ്, മക്കളുടെ കാര്യം, ഹസ്ബൻഡ് ബിസി ആണെന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് പേരൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നില്ല, ശരി, സന്തോഷം. പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ടേ. കാരണം ഇപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തും, അല്ലെ? എത്ര ഉറക്കം ടാലന്റാണെങ്കിൽ പോലും നമ്മളത് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലോ സമയമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇവൻ ഞാൻ പോലും ചെയ്യുന്നൊരു കാര്യം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാം. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇഷ്ടപ്പെടാം. ഓക്കെ, നന്നായിട്ട് ഇഷ്ടപ്പെടാം. ഇഷ്ടപ്പെടുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ തിരിച്ചൊന്ന് സ്നേഹിക്കും. കുറച്ച് സ്നേഹിക്കും. അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് കൂടുതൽ സ്നേഹിക്കുക. സോ തിരിച്ച് നന്നായിട്ട് സ്നേഹിക്കും. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ വിട്ടു പോയില്ല. ഓക്കെ, നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെയാ ഗുണങ്ങളുള്ളത് അറിയോ? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് അറിയാം, നമ്മൾ ഫ്ലുവന്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് വരെ പോവാ. കോൺഫിഡൻസ്.
Okay, then നമ്മൾ തന്നെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അതെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ പോരെ. ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഷുവർ അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് കിട്ടോ? യെസ് മാം. കിട്ടും. ഇത്രയേ ഉള്ളൂ. ഒരുപാട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇത്രയും സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫാണ് നിങ്ങൾക്ക് ഉള്ളത് ഇപ്പോ? അല്ല. അല്ല. സർട്ടിഫിക്കറ്റിനൊക്കെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് പണ്ടാണെങ്കിൽ ഓക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? സർട്ടിഫിക്കറ്റിന്റെ കൂടെ എന്ത് വേണം? സ്കില്ല് വേണം. സ്കില്ലാണ്. സ്കില്ല് വേണം. ലാംഗ്വേജ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് സ്കില്ല് നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടെ കൂടി നമ്മൾ പോവാണെങ്കിൽ എവിടെയും ജോലി കിട്ടും. ഓക്കെ, സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ വെച്ച് പോവാണെങ്കിൽ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാകുമോ? കോൺഫിഡൻസ് ഉണ്ടാകുമോ? ഒരിക്കലില്ല. പേടി. ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യും? ഫസ്റ്റത്തെ പേടി ഏതാണ്? ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യും? ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും? ഇതൊക്കെയാണ് പേടി. പക്ഷെ നമ്മുടെ കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പോകാൻ ധൈര്യമായിരിക്കും. ആരെന്ത് ചോദിച്ചാലും നമുക്ക് പറയാൻ ധൈര്യം ഉണ്ടാകും. ഏത് പൊസിഷനിൽ നമ്മൾ എത്തിയാലും നമുക്ക് ധൈര്യം ഉണ്ടാകും. സോ അതിന്റെ പുറം എന്താ കിട്ടാ? നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽ ആകും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എന്ത് പഠിച്ചാൽ കിട്ടും? ഇംഗ്ലീഷ് പഠിച്ചത്. ഇംഗ്ലീഷ് പഠിച്ചാൽ കിട്ടും. ഇംഗ്ലീഷ് പഠിച്ചാൽ കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇംഗ്ലീഷിനെ കുറിച്ച് ഇത്രയും ഉപകാരം ഉണ്ടോ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ചിന്ത മാത്രമേ ഉള്ളൂ. ചിന്തിക്കുള്ളൂ. ചിന്ത മാത്രമേ ഉള്ളൂ. കിടക്കുമ്പോ ഇങ്ങനെ ആലോചിക്കും, ഷോട്ടിലേക്ക് ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നവരാണ് നമ്മള്. പ്രത്യേകിച്ച് വുമൻസ് അങ്ങനെയാണല്ലേ. വുമൺ അങ്ങനെയാണ് പൊതുവെ. പക്ഷെ എന്താണ്, ഒന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യൂ. അതും കൂടെ ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. ഒരു ഡെയിലി ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour. ആദ്യം 1 hour കിടക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഉറക്കം വരും, മടി വരും, പല പല കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ടൈമിൽ തോന്നാം. സോ ഒരു 15 minutes എടുക്കാം. പിന്നെ അത് പയ്യെ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഒരു 1 hour മാക്സിമം ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ, ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 year ടൈം എടുക്കോട്ടോ. പെട്ടെന്നൊന്നും കിട്ടില്ല. ടൈം എടുത്താല് ഒരു പ്രൗഡ് മൊമെന്റ് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? കൂടെ നിൽക്കാൻ റെഡിയാണോ? അതെ. റെഡിയാണ്. എന്റെ കൂടെ കോഴ്സ് കഴിയുന്നവരുണ്ടാകോ? അതെ. ഉണ്ടാകും. ഓക്കെ, ഷുവർ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. ക്ലാസ് എപ്പോഴും നിങ്ങൾ ഓർമ്മയിലേ വേണം. കാരണം ഇതില് ഇപ്പൊ നോട്ട് ചെയ്തിരിക്കുകയാണ്. 45 സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട്. ഇത്രയും സ്റ്റുഡൻസ് ഇനി ഉണ്ടാവില്ല. ചുമ്മാ പറയുന്നല്ല കേട്ടോ. എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന അറിയില്ല. ആദ്യം ഇങ്ങനെയൊക്കെ പറയല്ലാരും ഓക്കെ ആണ് ക്ലാസ്സിൽ നിങ്ങൾ വരണം പഠിക്കാം. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തൊരു മടി എന്ന് പറയുന്ന സാധനം വരും. മടിയെ മാറ്റിയാല് ലൈഫില് രക്ഷപ്പെടും. ഓക്കെ, ഓക്കെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ വരാം. ഇത്രയും കാര്യം എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണ്, കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി എന്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ പറഞ്ഞു ബിഗിനേഴ്സ് ഉണ്ട്. സോ നമ്മൾ A to Z പഠിക്കണം. ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇംഗ്ലീഷ് കറക്റ്റ് അറിയില്ല. എങ്ങനെയാണ് ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുക അറിയില്ല. അത് എന്തുകൊണ്ടാ? ഗ്രാമർ അറിയാത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ ഏത് ലാംഗ്വേജ് സംസാരിക്കാനോ നമുക്ക് ഗ്രാമറിന്റെ ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ മലയാളം സംസാരിച്ചത് ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ ചെയ്തേ ഗ്രാമർ നോക്കിയിട്ടാണ് നമ്മൾ മലയാളം സംസാരിച്ചേ? അല്ല. ഇപ്പോഴും നമ്മൾ ഗ്രാമർ നോക്കുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചൊരു കാര്യമാണത്.
സോ മലയാളത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയണം? നിങ്ങൾ എന്ത് പറയും? മലയാളം നിങ്ങൾക്ക് ശരിക്കും അറിയോ? അറിയോ? മലയാളം അറിയും. മലയാളം അറിയോ? ഷുവറാണ്? ഒരിക്കലും ഇല്ല കേട്ടോ. നമുക്ക് ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് ആണ് സംബന്ധിച്ചു കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കാനുണ്ട്, ഒരുപാട്. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ഡേ ടു ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഓക്കെ, ഒരു മലയാളം അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളോട് വന്ന ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ മലയാളത്തിൽ പച്ച മലയാളത്തിൽ നീ ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. ഇല്ല, കാരണം പല നമ്മൾ സംസാരിക്കുന്ന വേർഡ്സും ഇംഗ്ലീഷാ. അതിന്റെ മലയാളം പോലെ ആർക്കും അറിയില്ല പല സമയത്തും. മലയാളം ശരിക്കും ആർക്കും അറിയില്ല, അതാണ് സത്യം. മദർ ടങ് കാണുന്ന പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മലയാളം അറിയില്ല. ഓക്കെ, അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ലാംഗ്വേജ്. ഇംഗ്ലീഷും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇംഗ്ലീഷ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്രാമർ ആവശ്യമില്ല. പൊട്ടത്തെറ്റാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ അത് പറയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പുറത്തു പോയെന്ന് വിചാരിക്കുന്നു, ഇന്ത്യക്ക് പുറത്തു പോയി, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും സംസാരിച്ചേ പറ്റൂ. നമ്മൾ സംസാരിക്കും. ഗ്രാമർ നോക്കോ? കേൾക്കുന്ന ആളും ഗ്രാമർ നോക്കില്ല. കാരണം എന്താണ്, കൺവേ ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അത്രയും നമ്മൾ ആ സമയത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് എഴുതാൻ പറയാണ്, എഴുതാൻ പറഞ്ഞു. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം നിങ്ങളോട് എഴുതാൻ പറഞ്ഞു. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? പറ്റും. പോട്ടെ, മലയാളത്തിലേക്ക് വരാം. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് മലയാളത്തിൽ എഴുതുമ്പോ എങ്ങനെ വരും? നിങ്ങൾ സംസാരിക്കുന്ന മലയാളവും എഴുതുന്ന മലയാളവും ഒന്നുമില്ല, വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. സംസാരിക്കുമ്പോൾ മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഗ്രാമർ നോക്കില്ല. പക്ഷെ എഴുതുമ്പോൾ അങ്ങനെയാണോ? ഗ്രാമർ ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മലയാളം നമ്മൾ ഷോർട്ടാക്കി എന്തെല്ലാം കാര്യങ്ങൾ മലയാളത്തിൽ പറയുന്നുണ്ട് അല്ലെ? എപ്പോഴും ഫുള്ളായിട്ട് നമ്മൾ സംസാരിക്കുക മലയാളം അല്ല. ഓരോ വേർഡ് എടുത്ത് നോക്കി നിങ്ങള് എല്ലാം നിങ്ങൾ ഷോർട്ടാ പറയുന്നത്. അതൊക്കെ പക്ഷെ എഴുതുമ്പോൾ ഷോർട്ടാക്കി എഴുതാൻ പറ്റുമോ? വായിക്കാൻ കൊള്ളൂ അത്? നല്ല ചോദിക്കേ, അത്രയേ ഉള്ളൂ. അപ്പോ ഏതൊരു ലാംഗ്വേജിലും ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കുക. കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കണം. ഗ്രാമർ അറിഞ്ഞാൽ നമുക്ക് സെന്റൻസ് വിതൗട്ട് എനി മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗ്രാമർ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് മുതല് ക്ലാസ് എടുക്കുകയാണ്. അതായത് ഒരു ബിഗിനർ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും നമുക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കും. ആ രീതിയിലാണ് ക്ലാസ് എടുക്കുക. പിന്നെ ഒരു കാര്യം, എല്ലാവരും യൂട്യൂബ് കേൾക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മൂവീസ് കാണുന്നുണ്ട്, എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഞാൻ ഉൾപ്പെടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് പേര് ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്തവരുണ്ട്. അല്ലെ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാകാം മേ ബി. അവരെല്ലാവരും സംസാരിക്കുന്ന ഇംഗ്ലീഷൊക്കെ തന്നെയാണല്ലേ? മൂവീസിലാണെങ്കിലും അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് തന്നെയാണ്. അത് ഇത്രയും നാൾ നിങ്ങൾ കേട്ടു, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കുറെ അറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതൊരു ഇംപ്രൂവ്മെന്റ് ആണ്. പക്ഷേ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എനിക്കിപ്പോ ഇംഗ്ലീഷിൽ ഫുള്ള് ക്ലാസ് എടുക്കാം. ഗ്രാമർ ക്ലാസ് ആണ് എടുക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് ഫുള്ള് ഇംഗ്ലീഷ് ആക്കാം നമുക്ക് വേണമെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒന്ന് ആലോചിച്ചു നിങ്ങൾ. ഉണ്ടോ? ഓപ്പൺ ആയിട്ട് തന്നെ പറയും, ഉണ്ടോ? ഞാനിപ്പോ ഫുൾ ടൈം ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളിതെല്ലാം ഉണ്ടാകുന്നത് കേൾക്കാണ്, സീരീസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നില്ല. എന്ത് ഇംപ്രൂവ്മെന്റ് എന്തൊക്കെ വരാം? ഇല്ല, ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരില്ല. ഒരു ഇംപ്രൂവ്മെന്റ് വരില്ല കേട്ടോ.
ആരൊക്കെ ഇംഗ്ലീഷില് മാഡം നമ്മുടെ ക്ലാസ്സിനിടയ്ക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിലാവുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, ആ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും ഇംഗ്ലീഷ്. കറക്റ്റ് ആണ്. നമ്മൾ പക്ഷേ ഇതുപോലെ ടോക്ക് ചെയ്യുന്നതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ മിസ്റ്റേക്ക് ഒക്കെ കാണും, പക്ഷേ പോലും അത് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പോ ഞാൻ സംസാരിച്ചു എന്ന് വിചാരിക്കും, ഞാൻ ഇംഗ്ലീഷില് എല്ലാവർക്കും ഗ്രാമർ അറിയോ? ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ ആണോ? ഗ്രാമർ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? അല്ല മാം. ഗ്രാമർ ഓക്കെ അല്ല എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒട്ടും അറിയില്ല, എനിക്ക് കുറച്ചുകൂടെ അറിയാനുണ്ട്, അറിയാം, അത്യാവശ്യം എനിക്ക് അറിയാം, പക്ഷെ എന്നാൽ എനിക്ക് നന്നായിട്ട് അറിയണം, എന്നാൽ മാത്രമേ എനിക്ക് ഇംഗ്ലീഷ് ഒരു സെന്റൻസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? എനിക്കറിയില്ല മാം. നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കറിയില്ല മിസ്. ഓക്കെ, അറിയാം. ഗ്രാമർ അറിയാത്തവരോട് ഞാനിപ്പോ ഇംഗ്ലീഷില് ഗ്രാമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുമല്ലോ ക്ലാസ്സിലോ? അതോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഐ തിങ്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷ് മലയാളം കൂടെ മിക്സ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്ന കാര്യം കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്യം പറയുകയാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല, കാരണം മിക്കത് ഉറക്കം വരും ക്ലാസ്സിലിരിക്കുമ്പോ. അതാണ് സത്യം, ഉറക്കം വരും, ഭയങ്കര ബോറടിക്കും. ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെയാണ്, ബോറടിക്കും. അത്രയും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹത്തോടെ നമ്മൾ കേട്ടിരിക്കണം. ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഫുൾ ടൈം ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യട്ടെ, അപ്പൊ എനിക്ക് നന്നായിട്ട് കുറിച്ചിട്ട് ഞാൻ നന്നായിട്ട് കേൾക്കാം. പക്ഷെ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അത് സംസാരിച്ചാലേ മാത്രമേ ഉണ്ടാവൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും ഫ്ലുവൻസ് ആകും. അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, എത്ര വീഡിയോസും എത്ര ഇംഗ്ലീഷ് മൂവീസും കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും എന്നല്ലാതെ അവർ പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ സംസാരിക്കണം. ഓക്കെ, അതാദ്യം മനസ്സിലാക്കാം. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, ഒരുപാട് കോഴ്സിൽ ജോയിൻ ചെയ്തു, ഇംഗ്ലീഷ് സംസാരിക്കുന്ന കോഴ്സിൽ മാത്രം ജോയിൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും തോന്നിയിട്ടില്ലെങ്കിൽ തോന്നില്ല, അത് ഷുവർ ആണ്. പിന്നെ അത്രയും കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് പറയണം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുകയാണെങ്കിൽ എത്ര പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും? സത്യം പറയണോ? ആരും കാണില്ല മിസ്. ആരെങ്കിലും ഒന്നോ ദിവസം ജോയിൻ ചെയ്യില്ല. ഈവൻ ഞാൻ ചെയ്യില്ല, സത്യം പറയാലോ. ഞാൻ പണ്ടപ്പോ നിങ്ങളുടെയൊക്കെ പോലൊക്കെ തന്നെയാണ്. ഞാനും ഇത്രയും ഇംഗ്ലീഷ് എനിക്ക് അത്രയും അറിയാവുന്ന അറിയില്ല, അറിയാത്ത സമയമുണ്ട്. ഞാൻ ഇതുപോലെ ഒരുപാട് കോഴ്സിൽ ജോയിൻ ചെയ്തതാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണിത്. നമ്മളെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റൂ. പിന്നെ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് ഒരു കാര്യത്തിലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല, ശരിയല്ലേ? നിങ്ങളുടെ ഇഷ്ടമാണ്. ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ആണെങ്കിലും ചെയ്യാം. നിർബന്ധം പിടിച്ചാൽ നിങ്ങൾ ക്ലാസ്സിൽ ഇറങ്ങി പോകില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണോ, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാകൂ. ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ വരും പോകും. അതായത് ഇപ്പോ ഇംഗ്ലീഷ് അത്രയും പഠിക്കണം, ഒട്ടും അറിയില്ല, എന്നാലും മിസ്സിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ കയറി വന്നവരും ഞാൻ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാല് അവര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ല. കാരണം അവർക്ക് ഒട്ടും അറിയില്ല. അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ ഒരു പേടി വരും. ഇംഗ്ലീഷ് ചോദിക്കണ്ടേ? എന്തൊരു കാര്യം ഞാൻ ചോദിക്കുമ്പോ ഈ മിസ് എനിക്ക് ചോദിക്കോ? ഫുൾ ടൈം നമ്മൾ ക്ലാസ്സിൽ പേടിച്ചായിരിക്കുക. ഏത് നിമിഷവും ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും എന്ന് തോന്നലോടെ. ശരിയാണോ? ശരിയാണ്. ശരിയാണ്. അതുകൊണ്ട്
ഇത്രയേ ഉള്ളൂ. എന്റെ ക്ലാസ് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കില്ല, ഗ്രാമറും ഇംഗ്ലീഷ് ആയിരിക്കില്ല. നമുക്ക് ഗ്രാമർ അറിയില്ല. സോ അത് നമ്മള് ഗ്രാമർ അറിയണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ് വെച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് ഗ്രാമർ തന്നെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല നിങ്ങൾക്ക്. ബോറടിക്കാതെ വേണം ഇംഗ്ലീഷ് പഠിക്കാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്റെ ക്ലാസ്സിൽ ആർക്കും ഇതുവരെയും ബോറടിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ മടി പാടില്ല, മടി പാടില്ല, കൂടെ നിൽക്കുക. ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം, നിങ്ങള് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോ ഈ 6 മാസമാണോ അല്ലെ? അപ്പോ ഈ 6 മാസം എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഫാക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാണ്, ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എപ്പോഴും പ്രസന്റ് ആണെങ്കിൽ ഗ്രാമർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കും. ഷുവർ ആണ്, 100% അല്ലെ അതിക്ക് മേലെ ഷുവർ ആണ് ഗ്രാമർ പഠിക്കും. ഓക്കെ, ഷുവർ. പക്ഷെ ഇംഗ്ലീഷ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അതില് എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം എന്താ? അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ആണോ? അല്ല, ഞങ്ങളും കൂടി എഴുതണം. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. പക്ഷെ ഗ്രാമർ ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. ഗ്രാമർ നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങൾ ഗ്രാമർ അറിയില്ല എന്ന് പറയില്ല, ഇത് ഷുവർ ആണ്. ടെൻസ് എന്താണെന്നാണ് എല്ലാവർക്കും ടെൻസിന് അറിയാം, പക്ഷെ എന്തോ എവിടേക്കോ അറിയില്ല അല്ലെ? ടെൻസിന് പേടിയില്ലാത്തതാണോ നിങ്ങൾ, അല്ലെങ്കിൽ പേടിക്കുന്നവരാണോ? ഇംഗ്ലീഷ് ഗ്രാമറിൽ എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവം ടെൻസ് ആണ്, ശരിയല്ലേ? കറക്റ്റ് അറിയാത്തോണ്ടാണ്. അതെ അതെ, ടെൻസ് ഭയങ്കര പാടാണ്. കാരണം നമ്മള് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കൂടെ അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് അത് തിരിച്ചറിയാൻ. ടെൻസ് പാടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ടെൻസ് പാടാണ് നിങ്ങൾ പറയുന്നത്. ടെൻസ് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. ഓക്കെ, ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ നോക്കട്ടെ എന്നാണ് ഇപ്പൊ മനസ്സിൽ ആലോചിക്കുന്നത്. ആണോ? ആലോചിച്ചിട്ടുണ്ടാലോ? ഓക്കെ, ഗ്രാമർ ഓക്കെ ആയിരിക്കും, ഷുവർ ആണ്. ഗ്രാമർ നിങ്ങൾ പക്കയായിട്ട് പഠിക്കും. എങ്ങനെ ചോദിച്ചാൽ ഗ്രാമർ പഠിക്കാൻ പറയാൻ പറ്റും. ഇനിയിപ്പോ ഈവൻ മക്കൾ വന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അവരുടെ മുന്നിൽ ധൈര്യമായിട്ട് ഗ്രാമർ പറയാൻ പറ്റും. സോ ആ ഒരു കാര്യം ഞാൻ ഷുവർ ചെയ്യും. ഓക്കെ, സംസാരിക്കണമെങ്കിൽ പക്ഷെ നിങ്ങൾ വിചാരിക്കണം ക്ലാസ്സിലാണെങ്കിൽ സംസാരിക്കാനൊക്കെ പറയും, പക്ഷെ മാക്സിമം കോപ്പറേറ്റ് ചെയ്യാം. തെറ്റിപ്പോകും, അതാദ്യം മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്, കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഗ്രാമർ അറിയില്ല. സോ നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണ്, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും, ആ ചിന്ത ആദ്യം മാറ്റാം. ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ മറ്റൊരാള് അവൻ എന്താണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നതെന്നല്ല അവൻ വിചാരിക്കുക. അവൾ ഇത്രയെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് അത്രയും പറയാൻ പറ്റുമോ എന്നായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ നിങ്ങളെ പറ്റി മോശമായിട്ടോ ഒന്നും വിചാരിക്കില്ല. ആ ഒരു ചിന്ത ആദ്യം മനസ്സിൽ നിന്ന് കളയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ. ഇതെല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക്? എഗ്രി ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഉണ്ടോ? തെറ്റാണോ ഞാൻ പറഞ്ഞത്? അല്ല മാം, ഇത്രയെങ്കിലും കാര്യങ്ങൾ പറയാതെ ഞാൻ എങ്ങനെയാ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുക? അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിനെ വളരെ ഈസി ലാംഗ്വേജ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം, പേടിക്കാതിരിക്കാം. ഒരു കാര്യത്തിനെ നമ്മൾ പേടിക്കരുത് കേട്ടോ. അപ്പോ ബാക്കി എല്ലാ ടീച്ചേഴ്സും സബ്ജക്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു, പോകുന്നു, പഠിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ അല്ലെ? അത് എല്ലാം എക്സാം ഉണ്ട്, നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കണം. സോ അവരെ ഒന്ന് പഠിപ്പിക്കുന്നു, പോകുന്നു. അങ്ങനെയല്ലേ എല്ലാ ക്ലാസ്സും തന്നെയല്ലേ? അല്ലേ? ഇംഗ്ലീഷ് അങ്ങനെയാണോ?
ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇന്ററാക്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. എന്റെ ഉത്തരവാദിത്തങ്ങള് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം, അതാണ്. സോ അതിനു വേണ്ടി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്, ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താണ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് എന്താണ്? കോൺഫിഡൻസ് ചെയ്യാം. സോ അതെനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണ്ടേ? വേണോ? എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കി. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയാ. ഓക്കെ, അപ്പൊ കൂടെ നിൽക്കില്ലേ? നിൽക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അപ്പൊ ഇതാണ് ഇംഗ്ലീഷ് ടീച്ചർ. എന്റെ പേര് ഓർമ്മയുണ്ടോ? ഞാൻ കേട്ടില്ലായിരുന്നു. ചോദിക്കണ്ടേ? അശ്വതി. ആ, അശ്വതി എന്നാണ് പേര്, മറക്കരുത്. ഓക്കെ, ഇംഗ്ലീഷ് ടൈം ടേബിൾ ഇംഗ്ലീഷ് കണ്ടു. പെട്ടെന്ന് ഞാൻ കയറി വന്നപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ചിട്ടില്ല, എന്നാലും ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയായിരിക്കും എന്നൊരു പേര് അങ്ങനെ ഒരു ആലോചിച്ചുണ്ടോ നിങ്ങള്? ആലോചിച്ചോ? ഇല്ല. ഈ ക്ലാസ്സിന് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കുമോ? എനിക്കാണെങ്കിൽ ക്ലാസ് വരാം. പൊതുവെ ഇങ്ങനൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകാം. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല? നല്ല കുട്ടികളാണ്. അപ്പൊ അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ചു. എന്താണ് എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബോറടിച്ചോ നിങ്ങൾക്ക്? സത്യം പറഞ്ഞോട്ടോ. ബോറടിച്ചോ? നല്ല കമ്പനിയാ. ഇപ്പോ സപ്പോസ് ഞാൻ എടുക്കുന്ന കാര്യം മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കൂ. മനസ്സിലാകുന്നില്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, പിന്നീട് ചോദിച്ചാലും മിസ്സിന് എന്തെങ്കിലും വിചാരിക്കോ, മിസ്സിന് ബുദ്ധിമുട്ടെങ്കിലും തോന്നോ എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. പഠിക്കുന്നവനെ ഡൗട്ട് വരും, അതാദ്യം മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ ഓക്കെയാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ്? ഇതുവരെ ക്ലാസ്സിൽ ഇരുന്ന ഒരു മൂഡിലാണോ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്? കുറച്ചുകൂടി ആക്റ്റീവായ പോലെ ഉണ്ട്. കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടോ? ഓക്കെ, കുറച്ചെങ്കിലും വിശ്വാസം വന്നോ? വിശ്വാസം വന്നു. ഹലോ, പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ പൊട്ടാത്തയുടെ ഒന്നും ഇല്ലാട്ടോ. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെയാണപ്പോ? ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ഒരു ആക്റ്റീവും ഈ ഒരു എന്താണ് ഇപ്പൊ ഉണ്ടായ എല്ലാ മാറ്റങ്ങളുണ്ടല്ലോ, അത് ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ബാക്ക് ടു നോർമലിലേക്ക് പോകാൻ പാടില്ല. ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കും. അയ്യോ, പഠിക്കോ? യെസ് മാം. പഠിക്കും. അപ്പോ ഗ്രാമറിന്റെ കാര്യം പറഞ്ഞു. ഗ്രാമർ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാം, നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഗ്രാമർ മാത്രം മതിയോ? അറിയോ? ഗ്രാമർ മാത്രം മതിയോ? എന്താണ്? ഒരു സെന്റൻസ് മേക്ക് ചെയ്ത് പറയാനുള്ള അറിയണം. ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കണം. വൊക്കാബുലറി വേണം കേട്ടോ. ചുറ്റും നോക്കിയേ, ചുറ്റും കാണുന്ന എല്ലാത്തിന്റെയും ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം. പറയൂ. നിങ്ങളുടെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? അതിന്റെ വേർഡ്സിലെ പറയോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഗ്രാമർ പഠിച്ചു, സമ്മതിച്ചു. അപ്പോ സംസാരിക്കാം.
അപ്പോ ഗ്രാമർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വൊക്കാബുലറി. ഓക്കെ, സോ വൊക്കാബുലറി ഒക്കെ തന്നെ പഠിക്കണം കേട്ടോ. എല്ലാം പഠിക്കാം. ചുറ്റിനും കാണുന്ന കാര്യങ്ങള്, ഓരോ വസ്തുക്കള്, പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തികളാണ്, ഇതൊക്കെ നമ്മള് ഇംഗ്ലീഷിൽ നോക്കാം. എന്താണ് എന്താണെന്ന് നോക്കാം, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അപ്പൊ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വേർഡ്സും കുറച്ച് ഉപയോഗമൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നമ്മുടേതായ വർക്കൗട്ടും എടുക്കണം. ഓക്കെ, നമുക്ക് എനിക്കും ഒരു ലിമിറ്റ് ഉണ്ട് ക്ലാസ്സിൽ പറയാനും ഓരോ കാര്യങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സോ ബാക്കിയെല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്. മാക്സിമം ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റൂ. പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല കേട്ടോ, സമയമെടുക്കും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരണ്ടേ, അപ്പൊ സമയമെടുക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ലാംഗ്വേജ് സിമ്പിൾ ആയിട്ട് തന്നെ പറയാനും പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. അതും ക്ലിയർ ആയിട്ടും വിതൗട്ട് എനി മിസ്റ്റേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോ ഇന്ന് മുതൽ നമ്മൾ പഠിക്കും. ഇതിന്റെ ഒപ്പം ഞാന് ജർമ്മൻ കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോ അതും ഇതും കൂടി ചെറിയ ക്ലാസ്സാ. ഇതിന്റെ ഒപ്പം ജർമ്മൻ കോഴ്സും കൂടി ചെയ്യുന്നുണ്ടെന്ന്. അതും ഇതും കൂടി കുറച്ച് ക്ലാസ്സാ. എന്ന് വെച്ചാൽ ഗ്രാമർ ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നൗൺ പൊസിഷൻ, വെർബ് പൊസിഷൻ എല്ലാം, പ്രെറ്റേരിറ്റും പ്രസൻസ് എന്ന് വെച്ചാൽ പ്രസന്റ്, പാസ്റ്റ്, അതെല്ലാത്തിലും ഈ വെർബിന്റെ നൗണിന്റെ പൊസിഷനും പിന്നെ വൊക്കാബ്സും എല്ലാം നല്ല വ്യത്യാസമാണ്. അതാ പ്രശ്നം. ഈ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോ ഇതിന്റെ വെർബ് പൊസിഷനും ഇതൊക്കെ ചെറിയ ഇതാവും. മാക്സിമം രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് പോകും. നമുക്ക് രണ്ടും ആവശ്യമാണ് അല്ലേ? അതാ ജർമ്മൻ B2 ലെവൽ ആയതാ, 2 പാസ്ഡാ. അപ്പൊ അതിന്റെ ഇടയിൽ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിൽ കയറിയതാ. അപ്പോ IELTS പാസ്സാന്നാ പറഞ്ഞേ? ഗോയിറ്റയുടെ എക്സാമാ ജർമ്മന്റെ. പാസ്സായോ? B2 2 പാസ്സായിട്ടുണ്ട്. 2 കൂടി കിട്ടാനുണ്ട്. സ്പീക്കിംഗും പാസ്സായി, ലിസണിങ്ങും പാസ്സായി. സോ തൽക്കാലം എനിക്ക് എടുത്ത് പറയാനുള്ളത്, തൽക്കാലം അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും കേട്ടോ. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അത് പാസ്സാവാൻ നോക്കി. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് പിന്നീട് ആയാലും നമുക്ക് അത് പഠിക്കാൻ പറ്റും. കാരണം കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ടച്ച് എന്തായാലും ഒട്ടും ടച്ച് നമ്മളെ വിട്ട് പോകില്ല അല്ല ഇംഗ്ലീഷ് ആയിട്ട്. സോ മാക്സിമം ഇപ്പോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം. അതൊക്കെ ഇംഗ്ലീഷിലേക്ക് വരാം. കാരണം അത് പാസ്സാവേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. പേരെന്തായിരുന്നു? പേര് ബെനഡിക്ട്. അപ്പൊ അതേപോലെ ചെയ്യും. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. മാക്സിമം വേണമെങ്കിൽ കയറും, ജസ്റ്റ് ഒന്ന് കയറും, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ. സോ പിന്നെന്താണ്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലാസ് കംഫർട്ടബിൾ ആയിരുന്നു? ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അത്രയേ ഉള്ളൂ. കംഫർട്ടബിൾ ആണോ? ആസ് എ ടീച്ചർ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നാണ് ചോദിച്ചത്. എന്തെങ്കിലും നെഗറ്റീവ്സോ? അതായത് ഞാൻ ക്ലാസ് എടുക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ്സ്, നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവും ഉള്ളവരാണ് എല്ലാവരും അല്ലെ? സോ എനിക്ക് എന്തെങ്കിലും എന്റെ ഭാഗത്ത് നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയണം. ഓക്കെ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും എപ്പോഴും. എന്താണെങ്കിലും പറയണം. നോ ആണെങ്കിൽ നോ, യെസ് ആണെങ്കിൽ യെസ്. എന്തെങ്കിലും എന്താണെങ്കിലും കുറ്റാണെങ്കിൽ കുറവാണെങ്കിലും ഒക്കെ എന്നോട് തന്നെ പറയണം കേട്ടോ. മാം എന്തെങ്കിലും വിചാരിക്കോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, ഭയങ്കര ബോറിംഗ് ആണെങ്കിൽ ഇപ്പൊ പറയാം, മിസ് ബോറിംഗ് ആണ് കേട്ടോ എന്ന് പറയണം. അത്രയേ ഉള്ളൂ. നമ്മൾ തമ്മിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുക, എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും പറയാം. അപ്പൊ ഓക്കെ ആണല്ലോ, പഠിക്കാലോ. പിന്നെ ഇന്ന് മുതല് എന്തെങ്കിലും ഒരു
ദിവസം ഒരു പെർ ഡേ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് വായിക്കുക. റീഡിങ് ഹാബിറ്റ് ഒരു റീഡിങ് ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കാട്ടോ. മൊബൈൽ കാണുന്നുണ്ട്, ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കാൻ നോക്കാം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കിട്ടും. ആസ് എ പേഴ്സൺ ആയിക്കോട്ടെ, ആസ് എ നമ്മുടെ എന്താണെങ്കിലും നമുക്ക് ഇമോഷൻസ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടും. അതുകൊണ്ട് എന്തും ആയിക്കോട്ടെ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്തും നിങ്ങൾക്ക് വായിക്കാം. മനസ്സിലാകുന്നില്ല, ആദ്യം മനസ്സിലാകില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നിങ്ങളുടെ കുട്ടികളുടെ ബുക്കൊക്കെ ഇല്ലേ, ഫെയറി ടെയിൽസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വായിക്കാം. ഓക്കെ, ഇപ്പൊ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. ന്യൂസ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ദിവസം കൊണ്ട് വായിച്ച് തീരില്ലല്ലോ. ഓക്കെ, സോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി വായിക്കാൻ നോക്കാം. അതിന് സമയം കണ്ടെത്താം, പയ്യെ പയ്യെ സമയം കൂട്ടി കൂട്ടി വായിക്കാൻ നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ അനുസരിക്കുക. അപ്പോ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ മാറ്റം വരും. ഫോളോ ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ, ക്ലിയർ? ഓ നെക്സ്റ്റ് ക്ലാസ്സിൽ 3 സ്റ്റുഡൻസ് ഉണ്ടാവും വിചാരിക്കുന്നു, അറിയില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ക്ലാസ്സിൽ ഇപ്പൊ ഓരോ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. കാരണം ആ കുട്ടിയും ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹത്തോടെ വരുന്നതാണ്. സോ അതിനുവേണ്ടി ഞാൻ ക്ലാസ് എടുക്കും. അങ്ങനെ ഒരാളെ വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, അതാ ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇത്രയും പേര് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് പറയാനുള്ളത് പഠിക്കാൻ നോക്കാം, മാക്സിമം പഠിക്കുക, ക്ഷമിച്ച് പഠിക്കുക. ക്ഷമ വേണം. ഒരു ലാംഗ്വേജും എന്തൊരു കാര്യം പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. സോ ക്ഷമ വേണം, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഫ്രൈഡേ ആണോ അടുത്ത ക്ലാസ്? നെക്സ്റ്റ് ഫ്രൈഡേ അല്ല, ടൈം ടേബിളില് ഐ തിങ്ക് ട്യൂസ്ഡേ വെനസ്ഡേ ആണെന്ന് തോന്നുന്നു. വെനസ്ഡേ ആണ് കേട്ടോ. വെനസ്ഡേ സെക്കൻഡ് അവർ ആണ്, 11:30 ക്ലാസ് ജോയിൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം, കറക്റ്റ് ടൈം ടേബിളിൽ തന്നെ വരണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും ലീവ് ആണെങ്കിൽ ചിലപ്പോ കയറേണ്ടി വരും. അത് എല്ലാ ടീച്ചേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സോ ടൈം ടേബിൾ അനുസരിച്ച് അങ്ങനെ പോകണമെന്നില്ല, ഒരു നിർബന്ധവും ഇല്ല. അറിയാലോ, ലീവൊക്കെ വരുമ്പോ ക്ലാസ്സും പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഓരോ ടീച്ചേഴ്സ് കയറും. ഓക്കെ ഓക്കെ മാം. That's fine for today's class. Okay, thank you all. See you on next class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.